രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ളതുപോലെ സ്വഭാവരംഗത്തിനും വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. വിശ്വാസികളിൽ സമ്പൂർണമായ വിശ്വാസം കരസ്ഥമാക്കുന്നവർ സൽസ്വഭാവികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ നല്ല സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുകയാണ്. ഒരാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അവൻ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമിൽ ഖായിം. നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു ആളുടെ പ്രതിഫലം സൽസ്വഭാവം കൊണ്ട് ഒരു വിശ്വാസി നേടിയെടുക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മൾ ജീവിതത്തിൽ സൽസ്വഭാവങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഒരു സ്വഭാവം, ഒരു നല്ലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഖൈറുകൾ നമുക്ക് ദുനിയാവിലും പരലോകത്തും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്താൽ പിന്നെ നമ്മൾ ആ സ്വഭാവം ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രകടമാക്കുന്നുവോ അതൊക്കെ നമുക്ക് ഇബാദത്ത് എന്ന നിലക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുടെ ഉടമകളാണ്. നമ്മളുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില നല്ല സ്വഭാവങ്ങൾ പ്രകൃതിയാൽ തന്നെ ജന്മനാ തന്നെ ലഭിച്ച ആളുകളുണ്ടാകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം നല്ല സ്വഭാവങ്ങൾ അവരുടെ പ്രകൃതിയിലില്ലാത്ത ആളുകളുണ്ടാകും. പല നിലക്കുള്ള വ്യത്യസ്തങ്ങളായ ആളുകളാണ്. ഒരിക്കൽ യമനിൽ നിന്നും അബ്ദുൽ ഖൈസിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. അങ്ങനെ അവർ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് പ്രവാചകന്റെ അടുക്കലേക്ക് എത്തി. പ്രവാചകനെ കണ്ടപാടെ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും വളരെ വേഗത്തിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിയെത്തി. അതേസമയം ആ സംഘത്തെ നയിച്ചു കൊണ്ടുവന്ന അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു ആ യാത്ര അവസാനിക്കുന്നിടത്ത് അദ്ദേഹം കുളിച്ചു വൃത്തിയാവുകയും അങ്ങനെ വളരെ മനോഹരമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, അബ്ദുൽ ഖൈസ്, താങ്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തത് അനാത്താണ്, രണ്ടാമത്തത് ഹിൽമാണ്. ഒന്നാമത്തത് പക്വതയും രണ്ടാമത്തത് അവധാനതയുമാണ്. ഈ രണ്ട് സ്വഭാവങ്ങളും അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളാണ് എന്ന് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. വേഗത കാണിക്കാതെ, ധൃതി കാണിക്കാതെ, അവധാനതയോടുകൂടി യാത്ര കഴിഞ്ഞ് പ്രവാചകന്റെ അടുക്കലേക്ക് എത്തിയ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണമാണ്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പ്രവാചകരെ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ച് നേടിയെടുത്ത സ്വഭാവങ്ങളാണോ, അതോ ഞാൻ ജനിക്കുമ്പോൾ തന്നെ ജന്മന എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വഭാവങ്ങളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് അല്ലാഹു താങ്കൾ ജനിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് സമ്മാനമായി നൽകിയ സ്വഭാവങ്ങളാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സ്വഭാവങ്ങൾ അല്ലാഹുവിന്റെ സമ്മാനങ്ങളാണ്. തൗസ് ബിൻ ഖൈസാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവന് നല്ല സ്വഭാവങ്ങൾ നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹുവിന്റെ മഹത്തായ സമ്മാനമാണ്. ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ, നന്മകളിൽ മുന്നേറാൻ, തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ അല്ലാഹു നൽകിയ തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും ആ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകൾ, ചില മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവങ്ങളെ ഓരോന്നും കൃത്യമായി വിലയിരുത്തി
എവിടെയാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടത്, ഏതൊക്കെ നല്ല സ്വഭാവങ്ങളാണ് ഇനിയും കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത്, ഏതൊക്കെ സ്വഭാവങ്ങളാണ് എന്നിൽ ഇല്ലാതെ പോയത് എന്നത് കൃത്യമായ ഒരു പരിശോധനയ്ക്ക് വിധേയമായി നമ്മുടെ സ്വഭാവത്തെ നിരന്തരമായി സംസ്കരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. കാരണം ഈ സൽസ്വഭാവം കൊണ്ട് നമുക്ക് ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് നന്മകൾ തൂക്കുന്ന തുലാസിൽ, നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, സ്വർഗ്ഗത്തിൽ ഒരു മനുഷ്യനെ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, എന്ത് കാര്യമാണ് ഒരാളെ ഏറ്റവും കൂടുതലായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി. ഒന്ന് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്, തഖ്വയാണ്. രണ്ടാമത്തത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ഒരാൾക്ക് സ്വർഗത്തിന് പ്രവേശനത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൽസ്വഭാവം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സൽസ്വഭാവം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനങ്ങൾ വീതിച്ചു നൽകിയതുപോലെ നിങ്ങൾക്ക് സ്വഭാവങ്ങളും വീതിച്ചു നൽകിയിരിക്കുന്നു. വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളിൽ ദരിദ്രരുണ്ട്, അതേപോലെ തന്നെ സമ്പന്നരുണ്ട്, അതേപോലെ തന്നെ ഇടത്തരക്കാരുണ്ട്, അതേപോലെ തന്നെ സ്വഭാവങ്ങളിലും മികച്ച സ്വഭാവങ്ങൾ ലഭിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ കുറച്ചു മാത്രം നല്ല സ്വഭാവങ്ങൾ ലഭിച്ച ആളുകളുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുകയാണ്, നിങ്ങൾ സമ്പത്ത് നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ സ്വഭാവം നേടിയെടുക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെയും സമ്പത്ത് വാരിക്കൂട്ടാൻ പരിശ്രമിക്കും. സമ്പത്തുള്ള ആളുകളും അവരവരുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കും. അതേപോലെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ സ്വഭാവങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തെ കൂടുതൽ കൂടുതൽ നന്നാക്കി തീർക്കുവാനും നല്ല സ്വഭാവങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ നിലക്ക് നമ്മുടെ സ്വഭാവങ്ങളെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല സ്വഭാവം? പണ്ഡിതന്മാർ ഒരു ഹിക്മത്ത് എന്നോളം, ഒരു തത്വം എന്നോളം പറയാറുണ്ട്, നല്ല സ്വഭാവം എന്നത് തിരിച്ചറിയാൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്തോ അതാണ് നല്ല സ്വഭാവം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അവർ നമ്മളോട് മറ്റുള്ളവർ പെരുമാറണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവർ നമ്മളോട് സംസാരിക്കണം, പുഞ്ചിരിയോടുകൂടി വർത്തിക്കണം, നമുക്ക് പ്രയാസങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ അവർ നമ്മളെ സഹായിക്കണം, അതേപോലെ തന്നെ നല്ല ഇടപാടുകൾ നടത്തണം, നമ്മളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാൻ പാടില്ല. ആ നിലക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്കുണ്ടാകുമ്പോൾ അവർ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ അവർ നമ്മളെ സഹായിക്കണം, നമ്മുടെ കൂടെയുള്ളവർ അവർ നമ്മളെ സഹായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? എങ്കിൽ സഹോദരങ്ങളെ, അതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ സൽസ്വഭാവികളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുമ്പ്, അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ്, നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് അത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് മറ്റുള്ളവരോട് വളരെ മഹനീയമായ സ്വഭാവത്തോടുകൂടി ഇടപഴകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല സ്വഭാവങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ്. ആളുകൾ അടുപ്പമുണ്ടാക്കി തീർക്കുന്നത്, അവർ നമ്മളോട് അടുക്കുന്നത്, അവർ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ നമ്മളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുമ്പോൾ മാത്രമാണ്. നമ്മൾ പരുഷ സ്വഭാവികളാകുമ്പോൾ, നമ്മൾ കഠിന ഹൃദയരാകുമ്പോൾ ആളുകൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. പ്രവാചകരെ, അങ്ങ് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അവരോട് മയത്തോടുകൂടി സൗമ്യമായി പെരുമാറിയിട്ടുള്ളത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങാനം കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ ആളുകൾ താങ്കളിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത് എന്നാണ് ഈ ആയത്തിറങ്ങുന്ന പശ്ചാത്തലം.
യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ സ്വഹാബാക്കൾ ലംഘിച്ചുകൊണ്ട് യുദ്ധം പരാജയപ്പെടുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങളെ മാറ്റിവെച്ച് പ്രവാചകന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് സ്വഹാബാക്കൾ ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ആ യുദ്ധം പരാജയപ്പെടുകയുണ്ടായി. വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു വിശ്വാസികൾ. ഉഹുദിൽ വലിയൊരു പ്രയാസം പ്രവാചകനും സ്വഹാബാക്കൾക്കും നേരിടേണ്ടി വന്നു. അതിന് കാരണക്കാരായ ചില സ്വഹാബാക്കൾ അവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മയത്തോടുകൂടി ഏറ്റവും സൗമ്യമായി അവരോട് പെരുമാറി. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. താങ്കൾ കഠിന ഹൃദയനും താങ്കൾ പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ ആളുകളൊക്കെ താങ്കളുടെ ഭാഗത്ത് നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവരോട് താങ്കൾ കാര്യങ്ങൾ ശൂറ ചെയ്യുക, അഭിപ്രായങ്ങൾ തേടുക. അവരോട് സാധാരണക്കാരനായ വഹിയിറങ്ങാത്ത ആളുകളായ സ്വഹാബാക്കളോട് വഹിയിറങ്ങുന്ന നുബുവത്തുള്ള പ്രവാചകൻ അവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കേണ്ടത് ആ റസൂലിന്റെ ജീവിതം നോക്കിയിട്ട് തന്നെയാണ്. നാട്ടിലുള്ള ഏതെങ്കിലും ആളുകളെ നോക്കിയിട്ടല്ല, സംഘടനാ നേതാക്കളെ നോക്കിയിട്ടില്ല, പള്ളിയുടെ ഇമാമിനെ നോക്കിയിട്ടല്ല. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ഓപ്ഷനുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവ രൂപീകരണത്തിന്, അവന്റെ സംസ്കാര രൂപീകരണത്തിന്, അവന്റെ എല്ലാ നിലക്കുമുള്ള മാതൃകകൾ സ്വീകരിക്കുന്നിടത്ത് അവൻ നോക്കേണ്ടത്, അവൻ അളവുകോലായി സ്വീകരിക്കേണ്ടത് പ്രവാചകന്റെ ജീവിതത്തെയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും ആ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളുമായി തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ അങ്ങ് ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവങ്ങളെ ആ നിലക്കാണ് നമ്മൾ രൂപീകരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നടന്മാരുടെയോ അല്ലെങ്കിൽ കായിക താരങ്ങളുടെയോ സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കളുടെയോ സ്വഭാവം നോക്കി, അവരുടെ പ്രവർത്തനങ്ങൾ നോക്കി, അവരുടെ സംസ്കാരങ്ങൾ നോക്കി അതിനൊത്തല്ല നമ്മൾ നമ്മുടെ സംസ്കാരങ്ങളെ മാറ്റിയെടുക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും, നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളും, നമ്മുടെ സ്വഭാവത്തിന്റെ ഓരോ മേഖലകളും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കി അതിനെ നമ്മൾ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപാകതകളുണ്ട്, നമ്മുടെ സ്വഭാവങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. മഹത്തുക്കളായ സലഫുകൾ പറയാറുണ്ട്, അയാൾ അജ്ഞനാണ്, വിവരമില്ലാത്തവനാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് തന്റെ പോരായ്മകളെ കുറിച്ച് തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത്. സഹോദരന്മാരെ, ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോരായ്മകളുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ അനേകം പോരായ്മകളുണ്ട് എന്നൊന്നാമതായി തിരിച്ചറിയുകയും അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ തിരുത്തേണ്ടത്, എവിടെയൊക്കെയാണോ നമ്മൾ പാകപ്പിരിവുകൾ മാറ്റിയെടുക്കേണ്ടത്, എവിടെയൊക്കെയാണോ നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളെ മികച്ചതാക്കി മാറ്റേണ്ടത്, അതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളോട് പെരുമാറിയത്, തന്റെ ഭാര്യമാരോട് പെരുമാറിയത്, തങ്ങളുടെ അനുചരന്മാരോട് പെരുമാറിയത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ 10 കൊല്ലത്തോളം ഞാൻ ഒരു സേവകനായി വർത്തിച്ചിട്ടുണ്ട്. പ്രവാചകനോടൊപ്പം അധിക സമയവും ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പ്രവാചകൻ എന്നോട് ഛേ എന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പ്രവാചകനോട് എന്നോട് എന്തിനാണ് നീ അതിനോട് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്തേ നീ അത് ചെയ്തില്ല എന്നും എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല. പ്രവാചകന്റെ കീഴിൽ വർത്തിച്ച ഓരോ ആളുകളോടും പ്രവാചകന്റെ സമീപനം അങ്ങനെയായിരുന്നു. സഹോദരന്മാരെ, ആ നിലക്ക് നമ്മൾ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നു. എന്നിട്ട് നമ്മുടെ കീഴിൽ ഉള്ള ആളുകൾ, അത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, നമ്മുടെ കൂട്ടത്തിൽ വർത്തിക്കുന്ന ആളുകളാകട്ടെ, നമ്മുടെ സഹപ്രവർത്തകരാകട്ടെ, ആരോടും നമ്മുടെ സമീപനം ആ രൂപത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭാര്യമാരോടുള്ള പ്രവാചകന്റെ സമീപനം, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ
മഹദിയുടെ മറുപടി, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ഖുർആൻ എങ്ങനെയാണോ ജീവിതം ചിട്ടപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം മാറ്റിയെടുത്തു എന്നതാണ്. അതുപോലെ നമ്മുടെ ഭാര്യമാർ നമ്മളെ കുറിച്ച് പറയണം എന്നത് നമുക്ക് പിന്നെ ചിന്തയുണ്ടാകണം. ആ നിലക്ക് നമ്മുടെ ജീവിതവും ഖുർആനാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, പാകപ്പിഴവുകൾ വരുമ്പോ, അബദ്ധങ്ങൾ ഉണ്ടാകുമ്പോ തിരുത്തി പോകാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരുത്തി തന്നാൽ അത് തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ കീഴിലുള്ളവരായിരിക്കാം, അത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ആര് തിരുത്തിയാലും അത് തിരുത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധമാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളോടുള്ള സമീപനം, അവരോടുള്ള സഹവർത്തിത്വം എങ്ങനെയായിരുന്നു? അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നോടുള്ള സമീപനം കൊണ്ട് ഞാൻ വിചാരിച്ചത് പ്രവാചകന് എന്നോടാണ് ഏറ്റവും അധികം സ്നേഹമെന്ന്. 1-2 യുദ്ധങ്ങളിൽ എന്റെ നേതാവായി അയച്ചപ്പോൾ എനിക്ക് ആ ഒരു സംശയം കൂടുതൽ ബലമായി. ഞാൻ ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ. അതിനുശേഷം പിന്നെയും ചോദിച്ചു. പ്രവാചകൻ പല സഹാബാക്കളുടെ പേര് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും സ്നേഹമുള്ള ആളുകളെ കപടമില്ലാതെ പ്രവാചകൻ പരിചയപ്പെടുത്തി കൊടുത്തു. പ്രവാചകൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കൃത്രിമത്വമായി അദ്ദേഹത്തോട് സംസാരിച്ചില്ല, മറിച്ച് സത്യസന്ധമായി പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകളോട് കൃത്രിമത്വമായ സ്വഭാവമില്ലാതെ സത്യസന്ധമായി ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സ്വഹാബാക്കളോടും ഇടപെടുകിയത് കൊണ്ട് തന്നെ ഓരോ സ്വഹാബികളും വിചാരിച്ചത് പ്രവാചകൻ എന്നോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളത് എന്നതാണ്. അത് പ്രവാചകന്റെ സ്വഭാവത്തിന്റെ മഹത്വമാണ്. അതേപോലെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ആളുകളോടുള്ള ഇടപെടലുകളിൽ ആളുകൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നോക്കുക, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ട് ആളുകൾ എന്നിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടോ? ആളുകൾ എന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളുണ്ടോ? ഞാനുമായി ഒന്നിച്ചിരിക്കാനും ഞാനുമായി വർത്തമാനം പറയാനും എന്നെ കാണുമ്പോൾ ചിരിക്കാനും തോന്നാത്ത സാഹചര്യം ഞാനുമായി ഞാനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്നുണ്ടോ? സഹോദരന്മാരെ, വലിയ പോരായ്മയിലാണ് നമ്മൾ ഉള്ളത് എന്ന ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുന്നതിലൂടെ നമ്മൾ ദുനിയാവിലും പരലോകത്തും ഏറ്റവും സൗഭാഗ്യവാന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ സ്വഭാവങ്ങൾ നമ്മൾ ഓരോന്നും പ്രവാചകന്റെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജരീർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പ്രവാചകൻ ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലം മുതൽ പ്രവാചകൻ എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്നെ തടഞ്ഞിട്ടില്ല. പ്രവാചകനോട് സംസാരിക്കാൻ, പ്രവാചകനോടൊപ്പം ഒരുമിച്ചിരിക്കാൻ ഞാൻ കടന്നു ചെല്ലുന്ന ഏതൊരു സമയത്തും പ്രവാചകൻ എന്നെ തടഞ്ഞിട്ടില്ല എന്ന് ജരീർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സഹോദരന്മാരെ, ആ നിലക്ക് ഏറ്റവും മികച്ച സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ മരണം വരെയും ഉണ്ടാകണം. കാരണം നമ്മളാരും കുറച്ച് സ്വഭാവം നേടിയെടുത്തത് കൊണ്ട് ഏറ്റവും ഉത്തമമായ പൂർണ്ണമായ സ്വഭാവത്തിന്റെ ഉടമകളായി തീരുന്നില്ല. എപ്പോഴും തിരുത്തിക്കൊണ്ടേയിരിക്കണം. നേടിയെടുത്ത സ്വഭാവങ്ങൾ ചിലപ്പോൾ മോശമായി കൊണ്ടിരിക്കാം. നേടിയെടുത്ത സ്വഭാവങ്ങൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ഒരുപാട് സ്വഭാവങ്ങൾ, അനേകം സ്വഭാവങ്ങൾ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്വഭാവങ്ങളിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശീലനം നടത്തുക. ഒരു സ്വഭാവം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പരിശീലനം നടത്തുക. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന ചിന്തയിൽ നമ്മൾ പരിശീലനം നടത്തുക. ഓരോ സ്വഭാവങ്ങളും അങ്ങനെ കൃത്യമായി പരിശീലനം നടത്തിയാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മികച്ച സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.